എന്തൊരു കഷ്ടമായത്. ഇപ്പഴാ വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് ഒന്ന് മയങ്ങിയത്. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിച്ച് എന്നെ ഉണർത്തി കളഞ്ഞു. ആരാ നിങ്ങള്? എന്താ വേണ്ടേ? ഗേറ്റിലെ ഇവിടെ സിംഗിൾ ബെഡ്റൂം കാലിയാണെന്നൊരു ബോർഡ് കണ്ടു. അതുകൊണ്ട് നോക്കാൻ വന്നതാണ് ഓ, മേഡം. അതിനാണോ ഇങ്ങനെ വന്ന് നിന്നത്? നിക്ക്, ഞാൻ താക്കോൽ എടുക്കട്ടെ. ദേ, ഇതാണ് ഞങ്ങള് റെന്റിന് വിടാൻ നിൽക്കുന്ന റൂം. ഓ, അങ്ങനെയാണോ? ഓക്കെ മാഡം. ഇതിന്റെ റെന്റ് എത്രയാണ്? വെറും 7,000 ഉള്ളൂ. എന്താ മാഡം 7,000? ഒരു 5,000 കിട്ടില്ലേ? അതൊന്നും പറ്റില്ല സർ. 7,000 രൂപ ഈ ഏരിയയിൽ വളരെ കുറവാ. കറണ്ട് ബില്ല് പോലെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടയ്ക്കാം. കൂടുതലൊന്നും വരില്ല. അങ്ങനെയാണോ? ഞങ്ങൾ ഓക്കെ മേഡം. അഡ്വാൻസ് ഇപ്പൊ എത്രയാ തരേണ്ടത്? വെറും 5 months അഡ്വാൻസേ ഉള്ളൂ. ഓക്കെ മേഡം. അതിരിക്കട്ടെ, നിങ്ങൾ മൊത്തം എത്ര പേരായിരിക്കും? ഞങ്ങൾ 3 പേരുണ്ട് മേഡം. 3 പേരോ? 3 പേർക്കൊന്നും ഞങ്ങൾ റെന്റിന് കൊടുക്കില്ല. 2 പേരാണെങ്കിൽ മാത്രം പറ. കാരണം ഇവിടെ വാട്ടർ പ്രോബ്ലം ഒക്കെ ഉണ്ട്. 3 പേരാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് മോട്ടർ ഇട്ട് ഓഫ് ചെയ്യണം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മേഡം ഒന്ന് കൺസിഡർ ചെയ്യും മേഡം. ഞങ്ങൾ 3 പേരും ഒരേ സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ വീട് കണ്ടുടനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മേഡം. ഞങ്ങൾ 3 പേര് എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്തോളാം. മേഡം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മേഡം. ഏയ് ഇല്ല ഇല്ല, എന്റെ ഭർത്താവ് അതിനൊന്നും സമ്മതിക്കില്ല. 2 പേർക്ക് മാത്രമേ വാടകയ്ക്ക് കൊടുക്കൂന്ന് പറഞ്ഞു. മേഡം ഇപ്പൊ നിങ്ങളടുത്ത് ഞങ്ങൾ 2 പേരേ ഉള്ളെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വേറൊരാളെ കൂടെ താമസിക്കാൻ പറ്റില്ലേ മേഡം? പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാതെ നേരത്തെ തന്നെ മേഡത്തിനോട് 3 പേരുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും 2 പേരുള്ളെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചാൽ അത് വലിയ വിഷമമാകും മേഡം. നിങ്ങൾ 2 പേര് മാത്രം ഇവിടെ താമസിക്ക്. 3ാമത്തെ ആളോട് പുറത്ത് റൂം എടുത്ത് താമസിക്കാൻ പറ. ഞങ്ങൾ 3 പേരും വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആണ് മേഡം. ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരിക്കണമെന്ന് പറഞ്ഞാണ് റൂം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും റൂം നോക്കണം മേഡം. ശരി, ഓക്കെ സർ. നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി 3 പേർക്ക് ഞാൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷനോ? അതെന്താ മേഡം? 2 പേര് മാത്രമാണെങ്കിൽ 7,000 വാടക മതിയാവും. 3 പേരാണെങ്കിൽ റൗണ്ട് ഫിഗർ 10,000 ആയിട്ട് തരേണ്ടി വരും. 10,000? 10,000 അല്ലേ? തന്നേക്കാം മേഡം. പിന്നെ വേറൊരു കണ്ടീഷനും ഉണ്ട്. ഇനി എന്ത് കണ്ടീഷനാണ് മേഡം? നിങ്ങള് ബാച്ചലേഴ്സ് ആണല്ലോ. ഇവിടെ വെള്ളമടി, പാൻപരാഗ്, ഗുഡ്ക ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പെമ്പിള്ളേരെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇവിടെ ഉള്ളപ്പോ മര്യാദയ്ക്ക് പെരുമാറിക്കൊള്ളണം. യാതൊരു ബഹളവും ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇതിനൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിന്നാ മതി. അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീട് നോക്കിയോ. ഓക്കെ മേഡം, ഞങ്ങൾക്ക് നോക്കിയോളാം മേഡം. ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ഒരു 1000 രൂപ തരാം മേഡം. നാളെ വന്ന് ബാക്കി കാശ് മുഴുവൻ തരാം. ശരി, എന്നാ പോയിട്ട് വരും. ശരി മേഡം.